ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ ഇന്ന് നമ്മള് പറഞ്ഞ വർക്ക് എന്ന സെല്ലിനെ ഒന്ന് വായിച്ചു മോളേത്. എന്റെ വീട്ടിൽ 5 പ്ലാവുകളുണ്ട്. തേൻ വരിക്കയാണ് എനിക്കിഷ്ടം. അത് ധാരാളം ചക്കകൾ തരും. അത് വളരെ വലിയ മരമാണ്. പ്ലാവിനെ കുറിച്ചാണ് എഴുതിയത് അല്ലേ? നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ആരാ എഴുതിയത്? അലൻ അല്ലേ? ആരാണ്? ആരൊക്കെ എഴുതിക്കൊണ്ടുവന്നേ? ഏഞ്ചൽ. ഓക്കെ, ഏഞ്ചൽ വായിച്ചോ. ഏഞ്ചൽ രണ്ടെണ്ണം ഉയരം വെച്ചതും 3 എണ്ണം പടർന്ന് പന്തലിച്ചതുമാണ്. രണ്ട് പ്ലാവിൽ നല്ല മധുരമുള്ള വരിക്ക ചക്കകളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇനി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ആദിത്യ, ആസിയ? മറന്നുപോയി അല്ലേ പറഞ്ഞത്? അപ്പൊ ഈ കുറിപ്പ് എഴുതാൻ പറഞ്ഞില്ലേ, അതാരാ എഴുതിയേ? ഓക്കെ, സെൽന വായിച്ചോ. ഈ കവിത വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് എന്റെ മുത്തച്ഛനായിരുന്നു. മുത്തച്ഛനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മുത്തച്ഛനും എല്ലാവരെയും ഇഷ്ടമാണ്. അദ്ദേഹം കഥ പറഞ്ഞു തരികയും പാട്ട് പാടിത്തരികയും എന്നോടൊപ്പം കളിക്കാനും കൂടും. എപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഗുഡ്. പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആ തൊടിയിലെത്തി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആര്? ചിലന്തി അല്ലേ? ചിലന്തി എന്തിനാ വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചത്? എന്തിനാ സഞ്ചരിച്ചത് തലങ്ങും വിലങ്ങും? അവയുടെ എന്തിനാണ് ആരോൺ? കൂടുകൂട്ടാൻ. ഓക്കെ, അവരുടെ കൂട് കെട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നത്. എങ്ങനെയാ അവരുടെ കൂട് കെട്ടുന്ന പറഞ്ഞത്? 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത് അല്ലെ. ഒന്നിലെ പശ കാണും. പശയില്ലാത്ത നൂലിലൂടെയാണ് ആര് സഞ്ചരിക്കുന്നത്? ചിലന്തികൾ സഞ്ചരിക്കും അല്ലെ. അപ്പൊ അവരെ അപകടപ്പെടുത്താൻ വരുന്നവർ എന്ത് ചെയ്യും? ശത്രുക്കള് അവർക്ക് പശയുള്ളതാണോ പശയില്ലാത്തതാണെന്ന് അറിയില്ല അല്ലെ. ചിലന്തിയുടെ 2 തരം നൂലുകളിൽ ഏതിലെങ്കിലും കയറും. അപ്പോ കെണിയിൽപ്പെട്ടതാണ് അവരുടെ ഭക്ഷണം. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ. അപ്പൊ ഒന്നിലെ പശ കാണൂ. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെയാണ് കുടുങ്ങുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാ, അത്ര വരെയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നെക്സ്റ്റ് കണ്ടോ നിങ്ങള് 45 പേജ് നമ്പർ 45 ഏകദേശം ഒരു പകുതി അല്ലേ. കുറിഞ്ഞി. അടുത്ത എന്താണ്? കുറിഞ്ഞിപ്പൂച്ച പറയുന്നതാണ്. എന്താണ്? കിളികൾ ചിലന്തി വല കൊത്തിവലിക്കുന്നത് കണ്ടല്ലോ. ചിലന്തി അതോ. ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട് അല്ലെ. ചില പക്ഷികൾ എന്ത് ചെയ്യും? കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചിലന്തി നിങ്ങൾ എപ്പോഴെങ്കിലും ചിലന്തി വല കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ 2 തരം നൂലുകൾ കൊണ്ടാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കും. 2 തരം നൂലുകൾ കൊണ്ടാണ് അവരിത് ഉണ്ടാക്കുന്നത്. ഒന്നിലും കൂടെ പശയുള്ളതും ഒന്ന് പശയില്ലാത്തതും അല്ലേ. അപ്പൊ കുറിഞ്ഞിപ്പൂച്ച എന്താ പറയുന്നത്? കുറിഞ്ഞി കിളികൾ ചിലന്തി വല കൊത്തി വലിക്കുന്നത് കണ്ടല്ലോ. ചിലന്തി അതോ. ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട്. കുറിഞ്ഞി അപ്പൊ നിനക്ക് കൂട് വേണ്ടേ എന്ന് ചോദിച്ചു. ചിലന്തി വേണം, ഞാൻ പിന്നെയും കൂടുണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഞങ്ങൾ ചിലന്തികളുടേതാണ് അല്ലെ. ചിലന്തി വല നമ്മിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ അത് പോകും അല്ലെ. അപ്പൊ ഏറ്റവും ദുർബലമായ കൂട് ഞങ്ങളുടെ ചിലന്തികളുടേതാണ് എന്ന് ആര്? ചിലന്തി പറയുന്നത്. അപ്പോ പിന്നെയും പിന്നെയും അവർക്ക് വീടുണ്ടാക്കേണ്ടി വരും. അത് തകരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല. അതിനാൽ ഞങ്ങൾ നിരന്തരം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും കൂട് കെട്ടിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് അതിനാവശ്യമായ സ്രവം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലന്തിയുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് കിട്ടുന്ന സ്രവം കൊണ്ടാണ്
ഈ വീടിന് ഈ പശയും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് കുറിഞ്ഞി പറയുന്നത് ചിലന്തികൾ എവിടെയൊക്കെയാണ് വലയുണ്ടാക്കാറുള്ളത്? അപ്പോ ചിലന്തി പറയുന്നത് മണ്ണിലും മരത്തിലും മാളത്തിലും മാടങ്ങളിലും ഒക്കെ ഉണ്ടാക്കും അല്ലെ. എവിടെയൊക്കെയാ ചിലന്തി കൂടുണ്ടാക്കുന്നത്? ചിലന്തി വല കെട്ടുന്നത് എവിടെയൊക്കെയാ? മണ്ണിലും മരത്തിലും മാളത്തിലും മാടങ്ങളിലും ഒക്കെ ഉണ്ടാക്കും. സ്ഥലത്തിനനുസരിച്ച് വീടിനും മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് കുറിഞ്ഞി എന്ത് പറഞ്ഞു? കൊള്ളാം, വീട് വെക്കാനുള്ള നിന്റെ ബിരുദ് പറഞ്ഞ എന്താണ്? നിന്റെ കഴിവ് വിസ്മയകരം തന്നെ, അത്ഭുതകരം തന്നെ അല്ലേ. അയ്യോ, മിനിക്കുട്ടി വിളിക്കുന്നു, നമുക്ക് പിന്നീട് കാണാം എന്നാര് പറഞ്ഞു? കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു. കുറിഞ്ഞിപ്പൂച്ച എവിടെയാ താമസിക്കുന്നത്? കുറിഞ്ഞിപ്പൂച്ച എവിടെയാ താമസിക്കുന്നത്? മിനിക്കുട്ടിയുടെ വീട്ടിലാണ് അല്ലെ. മിനിക്കുട്ടിയുടെ വലിയ വീട്ടിലാണ് കുറിഞ്ഞിപ്പൂച്ച താമസിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് മിനിക്കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. കുറെ കോഴികളുണ്ട്, കുറെ പശുക്കളുണ്ട്, കൂട്ടില് പശുക്കളുണ്ട്, ഇതൊക്കെ അവരുടെ കുളത്തിൽ മീനുകളുണ്ട്, കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞാൽ നേരം പോകുന്നത് അറിയുകയില്ല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ മിനിക്കുട്ടി വിളിക്കുന്നു, എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ പോവാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വേറെ എന്താ പറഞ്ഞേ? കൊള്ളാം, വീട് വെക്കാനുള്ള നിന്റെ ബിരുദ് വിസ്മയകരം തന്നെ പറഞ്ഞു അല്ലെ, അത്ഭുതകരം തന്നെ. നീ വീടുണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ നോക്കും. അപ്പൊ മിനിക്കുട്ടി വിളിക്കുന്നു, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നാര് പറഞ്ഞു? കുറിഞ്ഞിപ്പൂച്ച പറഞ്ഞു. അപ്പൊ ഇത്രയാണ് ആ കഥയുള്ളത്. എന്താണ് പറഞ്ഞത്? ചിലന്തിയും കുറിഞ്ഞിയും തമ്മിലുള്ള സംസാരവും, അപ്പൊ ചിലന്തി വലയെ കുറിച്ചും ചിലന്തിയുടെ കൂടിനെ പറ്റിയും ആണ് അതിൽ കാര്യമായിട്ട് പറഞ്ഞത് അല്ലെ. അപ്പൊ മിനിക്കുട്ടി തന്റെ വീടിനെ കുറിച്ചും കുറിഞ്ഞിപ്പൂച്ച പറയുന്നത് അല്ലെ. അപ്പൊ എന്റെ വീട് മിനിക്കുട്ടിയുടെ വീടാണ്, അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ഇതില് പറയുന്നത്. അപ്പൊ മനസ്സിലായി നിങ്ങൾക്കത്? അപ്പൊ ചിലന്തിയുടെ വല കാണുമ്പോ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, എങ്ങനെയാ ചിലന്തി കൂട് കൂട്ടുന്നതെന്നും ചിലന്തിയുടെ വല ഒന്ന് പശയുള്ളതാണെന്നും അല്ലെ. അപ്പൊ അതിൽ മുട്ടുമ്പോ നമ്മളെ കൈയും പറ്റി പിടിക്കുവോ അത് നോക്കാം നമുക്ക് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവല്ലേ, 2 തരം വലകളുണ്ട് അതിൽ നിന്നെല്ലാം. അപ്പോ ഒന്നുകൂടി അത് മിസ് വായിക്കാൻ ശ്രദ്ധിക്കുക. ചിലന്തി കുറിഞ്ഞിപ്പൂച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തലങ്ങും വിലങ്ങും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്. കുറിഞ്ഞി, നീ എന്ത് ചെയ്യുകയാണ്? ചിലന്തി, ഞാൻ വീട് നിർമ്മിക്കുകയാണ്. കുറിഞ്ഞി, വീടോ ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വന്നോളൂ, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്, കുളത്തിൽ മീനുകളുണ്ട്, കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല അല്ലേ. ചിലന്തി അപ്പൊ എന്താ പറയുന്നത്? അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റും. ഞങ്ങളുടെ കൂടെ ഒരു കെണി കൂടിയാണ്, അതിലറിയാതെ വന്നു വീഴുന്ന ഞങ്ങളുടെ കൂടെ എങ്ങനെയുള്ളതാ ഒരു കെണി കൂടിയാന്നല്ലേ, അതിലറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം അല്ലെ. അപ്പൊ ആഹാരം കൂടെ വേണം ഉണ്ട് കൂടുന്ന കിട്ടുന്ന അല്ലെ അവർക്ക്. അപ്പൊ കുറിഞ്ഞി, അപ്പൊ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ ചോദിച്ചു. ഇല്ല, 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണും, പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. അപ്പൊ കുറിഞ്ഞി എന്താ പറയുന്നത്? കിളികൾ ചിലന്തി വല കൊത്തി വലിക്കുന്നത് കണ്ടല്ലോ. ഓ അതോ, ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുറിഞ്ഞി എന്താ പറഞ്ഞത്? അപ്പൊ നിനക്ക് കൂട് വേണ്ടേ? വേണം, ഞാൻ പിന്നെയും കൂടുണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും ദുർബലമായ പറഞ്ഞ എന്താണ്? ശക്തിയില്ലാത്ത, ബലമില്ലാത്ത ഞങ്ങൾ ചിലന്തികളുടെയാണ് അല്ലെ, അതിനൊരു ഉറപ്പുമില്ല. അത് തകരാൻ വലിയ താമസമൊന്നും അതിനാൽ ഞങ്ങൾ നിരന്തരം എല്ലായ്പ്പോഴും കൂട് കെട്ടിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന്റെ പിൻഭാഗത്ത് നിന്ന് അതിനാവശ്യമായ സ്രവം കിട്ടിക്കൊണ്ടിരിക്കും. കുറിഞ്ഞി എന്താ പറയുന്നത്? ചിലന്തികൾ എവിടെയൊക്കെയാണ് വലയുണ്ടാക്കാറുള്ളത്? അതാണ് എന്റെ ഉത്തരാണ് പറയുന്നത്. മണ്ണിലും മരത്തിലും മാളത്തിലും മാടങ്ങളിലും ഒക്കെ ഉണ്ടാകും. സ്ഥലത്തിനനുസരിച്ച് വീടിനും മാറ്റം ഉണ്ടാകും. കൊള്ളാം, വീട് വെക്കാനുള്ള നിന്റെ ബിരുദ് വിസ്മയകരം തന്നെ. അയ്യോ, മിനിക്കുട്ടി വിളിക്കുന്നു, നമുക്ക് പിന്നീട് കാണാം.
അല്ലെ? മിനിക്കുട്ടി വിളിക്കുന്നു, നമുക്ക് പിന്നീട് കാണാം. ഇതാണ് കഥ. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായ മക്കളെ? അതിന് കുറച്ച് പദം പരിചയപ്പെടാനുണ്ട് അല്ലെ നമുക്ക്? അപ്പൊ എന്താണ് പദം പരിചയപ്പെടാനില്ലേ? എന്താ അർത്ഥം? ഒത്തിരി. എന്താ അർത്ഥം ഒത്തിരി പറഞ്ഞാല്? ധാരാളം അല്ലെ? ഒത്തിരി, ധാരാളം. പിന്നെ നെക്സ്റ്റ് എന്താ ചോദിക്കുന്നതില്? തൊടി. തൊടി പറഞ്ഞാലോ? പുരയിടം. ദുർബലം, ബലമില്ലാത്തതാണ് ദുർബലം. നിർമ്മിക്കുക എന്താണ്? നിർമ്മിക്കുക പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ? ഉണ്ടാക്കുക. നിർമ്മിക്കുക, ഉണ്ടാക്കുക. പ്രാണി, ജീവി. മാടം, പൊത്ത് അല്ലെ? പൊത്ത്, മാടം, പൊത്ത്. ബിരുദ് നമ്മൾ പറഞ്ഞു അല്ലെ? കഴിവ്, കൗശലം. ഇതൊക്കെയാണ് ബിരുദ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? കഴിവ്. വിസ്മയം എന്താണ്? അത്ഭുതം അല്ലെ? വിസ്മയം, അത്ഭുതം. ഓക്കെ, അപ്പൊ അത്രയാണ് അതിൽ പദം പരിചയപ്പെടാനുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ പാഠം? അപ്പൊ ഇനി ആരോ ഒന്ന് വായിക്കുന്നേ ഫസ്റ്റ് പാഠം? ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. വായിക്കാം. ആരാ? ഞാൻ. നലൻ, നാസിയ, ഞാൻ വായിക്കാം. നിഹാരിയ. ഞാൻ വായിക്കാം. മിസ് ഒരാളെ പറയാം. ഓക്കെ ഓക്കെ, എല്ലാരും ഒച്ചയുണ്ടാക്കരുത്. അപ്പൊ മിസ് ഒരാളെ പേര് വിളിക്കാം. മിസ് എല്ലാരും ഒന്ന് മ്യൂട്ട് അടിക്കണേ. അപ്പൊ ഇന്ന് ആരെയാണ് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വായിക്കാത്ത കുട്ടികളാരാ? ഫവാസ്. ചിലന്തി. ഉറിഞ്ഞി പൂച്ച തൊടിയിലെത്തി. വയലാണോ? വെയിലല്ലേ? വെയിൽ കൊള്ളുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തി അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയാണ്. ഉറങ്ങി. നീ എന്തു ചെയ്യുകയാണ്? ചിലന്തി. ഞാൻ വീട് നിർമ്മിക്കുകയാണ്. ഉറങ്ങി. വീടാ? ഇതെന്താണ്? ഇതാണോ വീട്? ഇതാണോ വീട്? ഇതാണോ വീട്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വാ. വന്നോളൂ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്ത് പറഞ്ഞാലേ പശുവിനെ കിട്ടുന്ന സ്ഥലം. തൊഴുത്തിൽ പശുക്കളുണ്ട്. മീനുകളുണ്ട്. കൂട്ടിൽ നിറയെ കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. അവയോടൊപ്പം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. ചിലന്തി. വീട് അവിടെ വന്നാലും ഞങ്ങൾക്ക് ചിലന്തികൾക്ക് താമസിക്കാൻ
വല നേരത്തെ പെറ്റു. ഞങ്ങളുടെ കൂടെ ഒരു കണിയും കൂടെയാണ്. അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ ആഹാരം. ഓക്കെ, നെക്സ്റ്റ് ആസിയത്ത് എന്ന് വായിച്ചേ. മതി മോനെ. ആസിയ സഫ. അപ്പോൾ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ? ചിലന്തി: ഇല്ല, 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണൂ. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പോകുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങുന്നത്. കിളികൾ ചിലന്തി വല കൊത്തിവലിക്കുന്നത് കണ്ടല്ലോ. ചിലന്തി: ഓ അതോ, ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട്. അപ്പോ നിനക്കും കൂട് വേണ്ടേ? ചിലന്തി: വേണം, ഞാൻ പിന്നെയും കൂടുണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഞങ്ങൾ ചിലന്തിയുടേതാണ്. അത് തകരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല. അതിനാൽ ഞങ്ങൾ നിരന്തരം കൂട് കെട്ടിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന്റെ പിൻഭാഗത്തിൽ നിന്ന് അതിനാവശ്യമായ സ്രവം കിട്ടിക്കൊണ്ടിരിക്കും. ചിലന്തികൾ എവിടെയൊക്കെയാണ് വലയുണ്ടാക്കാറുള്ളത്? ചിലന്തി: മണ്ണിലും മരത്തിലും മാളത്തിലും മാടങ്ങളിലും ഒക്കെ ഉണ്ടാക്കും. സ്ഥലത്തിനനുസരിച്ച് വീടിനും മാറ്റമുണ്ടാകും. കൊള്ളാം, വീട് വയ്ക്കുവാനുള്ള നിന്റെ ബിരുദം വിസ്മയം തന്നെ. അയ്യോ, മീക്കുട്ടി വിളിക്കുന്നു, നമുക്ക് പിന്നീട് കാണാം. നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? ബെനീറ്റ. ഓക്കെ. ചിലന്തി കൊന്നിപ്പൊഴിച്ച തൊടിയിലെത്തി വെയിൽ കായുകയാണ്. അപ്പോഴാണ് അവൾ ചിലന്തിയെ കണ്ടത്. വായുവിലൂടെ തിലങ്ങും വലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്. നീ എന്തു ചെയ്യുകയാണ്? ചിലന്തി: ഞാൻ വീട് നിർമ്മിക്കുകയാണ്. വീടോ? ഇതാണോ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഞാൻ താമസിക്കുന്നിടത്തേക്കു വന്നോളൂ. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. മിനിക്കുട്ടിയുടെ വീട്ടിലാണ് എന്റെ താമസം. അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്. കുളത്തിൽ മീനുകളുണ്ട്. കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവയോടൊപ്പം കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയുകയില്ല. അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്കു താമസിക്കണമെങ്കിൽ വല നെയ്തേ പറ്റൂ. ഞങ്ങളുടെ കൂട് ഒരു കെണിക്കൂടെയാണ്. അതിലറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണോ ഞങ്ങളുടെ ആഹാരം. ഓക്കെ ബെനീറ്റ മോളെ മതി. നെക്സ്റ്റ് ടോഷിൻ. ബെനീറ്റ ബാക്കിയാണ്. ബെനീറ്റ വായിച്ചതിന്റെ. ബെനീറ്റ ഇപ്പൊ വായിച്ചില്ലേ മോനെ? അവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ? ഏതുവരെ വായിച്ചുമോ? ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളുടെ കൂടെ ഒരു കെണി കൂടിയാണ്. അതിലറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം. അതുവരെയാണ് ഇപ്പൊ ബെനീറ്റ വായിച്ചത്. ഞങ്ങളുടെ
കൂട് ഒരു കെണി കൂടിയാണ്. പശുക്കളുണ്ട്, അവര് അത് കഴിഞ്ഞ അടുത്ത പാരഗ്രാഫ് അമ്മക്കറിയാലേ? ദോഷി ശ്രദ്ധിച്ചില്ല. അതന്നെ അവരുടെ തൊഴുത്തിൽ പശുക്കളുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല പാരഗ്രാഫ്. അവരുടെ പശുക്കളിൽ തൊഴുത്തുണ്ട്. തൊഴുത്തിൽ പശുക്കളുണ്ട്. കുളത്തിൽ മീനുകളുണ്ട്. കൂട്ടിൽ നിറയെ കോഴികളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവയോടൊക്കെ കിന്നാരം പറഞ്ഞിരുന്നാൽ നേരം പോകുന്ന അറിയുകയില്ല. ചിലന്തി എന്നാ പറയുന്ന നേരം? അടുത്ത എന്താ ചിലന്തി പറയുന്നത്? അവിടെ വന്നാലും ഞങ്ങൾ ചിലന്തികൾക്ക് താമസിക്കണമെങ്കിൽ വല നേരേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ കൂട് ഒരു കെണി കൂടെയാണ്. അതിൽ അറിയാതെ വന്നു വീഴുന്ന പ്രാണികളാണ് ഞങ്ങളുടെ ആഹാരം. വായിക്കാൻ പഠിക്കണം കേട്ടോ, നല്ലപോലെ വായിക്കാൻ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് അലൻ. അവിടുന്ന് അങ്ങോട്ട് വായിച്ചേ. അപ്പോൾ നീയും പ്രാണിയെ പോലെ ആ വലയിൽ ഒട്ടിപ്പോവുകയില്ലേ ചിലന്തി? ഏയ് ഇല്ല, 2 തരം നൂലുകൾ കൊണ്ടാണ് ഞങ്ങൾ കൂട് കെട്ടുന്നത്. ഒന്നിലെ പശ കാണൂ. പശയില്ലാത്ത നൂലിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്ന നൂലിലാണ് പ്രാണികൾ കുടുങ്ങി. കിളികൾ ചിലന്തി വല കൊത്തിവലിക്കുന്നത് കണ്ടല്ലോ ചിലന്തി. ഓ അതോ, ചില പക്ഷികൾ കൂടുണ്ടാക്കാൻ ചിലന്തി വല ഉപയോഗിക്കാറുണ്ട്. അപ്പോ നിനക്ക് കൂട് വേണ്ടേ ചിലന്തി? വേണം, ഞാൻ പിന്നെയും കൂടുണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഞങ്ങൾ ചിലന്തികളുടേതാണ്. അത് തകരാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല. അതിനാൽ ഞങ്ങൾ നിരന്തരം കൂട് കെട്ടിക്കൊണ്ടിരിക്കും. ശരീരത്തിന്റെ പിൻഭാഗത്തു നിന്നും അതിനാവശ്യമായ സ്രവം കെട്ടിക്കൊണ്ടിരിക്കും. ചിലന്തികൾക്ക് എവിടെയൊക്കെയാണ് വലയുണ്ടാക്കാറുള്ളത്? മണ്ണിലും മരത്തിലും മാളത്തിലും മാടങ്ങളിലും ഒക്കെ ഉണ്ടാക്കും. സ്ഥലത്തിനനുസരിച്ച് വീടിനും മാറ്റമുണ്ടാകും. കുറിഞ്ഞി കൊള്ളാം, വീട് വയ്ക്കാനുള്ള നിന്റെ വിരുത് വിസ്മയകരം തന്നെ. വിളിക്കുന്നു. നമുക്ക് പിന്നീട് കാണാം. ഓക്കെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? നല്ലപോലെ വീട്ടിൽ നിന്ന് വായിക്കണേ. ഇത്
നല്ലപോലെ 2-3 തവണ വായിക്കണം. വായിക്കാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ? അപ്പൊ നല്ലപോലെ 2-3 തവണ വായിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് മിസ്സിൽ സെൻഡ് ചെയ്ത് തരണം എല്ലാ കുട്ടികളും. ആരും ഒഴിവാകാൻ പാടില്ല. നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കാം എല്ലാ കുട്ടികളും. ഓക്കെ, ബൈ, സി യു.